ഇതാണ് യൂട്യൂബിൻ്റെ കമ്പ്യൂട്ടറിലുള്ള ഇൻ്റർഫേസ്. ഇങ്ങനെയായിരിക്കും ഓരോ വീഡിയോസും കാണുക. അപ്പോൾ കൂടുതൽ വ്യൂസ് ഉള്ളതും ട്രെൻഡിങ് ആയിട്ടുള്ളത് ടോപ്പിൽ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇവിടെ അങ്ങനെ കാണാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ട്രെൻഡിങ് സെക്ഷനിൽ ഇപ്പോൾ കൂടുതൽ വ്യൂസും അതേപോലെ കൂടുതൽ ആളുകൾ കണ്ട വീഡിയോസും അത് മ്യൂസിക്, ഗെയിമിംഗ്, മൂവീസ് സെക്ഷനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ഫോണിൽ നിന്ന് ചെറിയ മാറ്റമേ ഉള്ളൂ. അപ്പോൾ ഹൊറിസോണ്ടലി നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ അതുപോലെ പുതിയ യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇതാണ് ഈ ഷോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്സിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെയും നമുക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ നിലവിലുള്ള വീഡിയോസിൻ്റെ ട്രെയിലറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നൊരു ഇൻകം കിട്ടും. പിന്നെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിഡ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലൂടെയും നല്ല വ്യൂസും ആളുകളിലേക്ക് എത്താനൊക്കെ സാധ്യതയുണ്ട്. അതിലൂടെ നല്ലൊരു വരുമാനം യൂട്യൂബിന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡാൻസിൻ്റെ അല്ലെങ്കിൽ കുക്കിംഗ് അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റ് സെക്ഷനുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂ കൗണ്ട് കൂടാനുള്ളതൊക്കെ ഒത്തിരി ഹെൽപ്പാണ് ഈ ഷോർട്സ് കൊണ്ട്. അതുപോലെ തന്നെ ഇത് ഫുൾ സ്ക്രീനിലാണെങ്കിൽ സ്മാർട്ട് ഫോണിൽ ഫുൾ സ്ക്രീനിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇങ്ങനെയാവും കാണാം. പിന്നെ ഇവിടെ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ഫോണിൽ വരുന്ന പോലത്തെ. പിന്നെ ഇതാണ് അപ്ലോഡ് ചെയ്യുന്ന സെക്ഷന്, വീഡിയോസ് നമ്മുടെ ചാനലിലോട്ട്. ഇതാണ് ഒരു ക്രിയേറ്റ് ചെയ്തൊരു ചാനൽ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ട്രെയിലറാണ് ഈ ഫസ്റ്റത്തെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ട്രെയിലറായിട്ട് ഉണ്ടാക്കിയിട്ടാൽ ഒരു ഇംപ്രഷൻ ഉണ്ടാകും കാണുന്ന ആൾക്കാർക്ക്. അതുപോലെ നമ്മുടെ ഷോർട്സും മൊത്തം വീഡിയോസൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഷോർട്സ് സെക്ഷൻ സെപ്പറേറ്റ് നോക്കാനുള്ള സെക്ഷനാണത്. അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി സെക്ഷന്, അതുപോലെ മറ്റ് ചാനലുകൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഇത് ചാനലിൻ്റെ എബൌട്ട് സെക്ഷനാണ്. എന്താണ് ഈ ചാനലിനെ കുറിച്ച് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, ചാനലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കണ്ടില്ലേ ട്രെൻഡിങ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കിയാൽ ന്യൂസ്, ലൈവ്, മ്യൂസിക്, എഡിറ്റിങ്, വെബ്സൈറ്റ് അങ്ങനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഷോർട്സിൽ നമ്മൾ മാക്സിമം നമുക്ക് 1 മിനിറ്റാണ് ഇടാൻ പറ്റുള്ളൂ. ഷോർട്സ് വീഡിയോസ് 1 മിനിറ്റും അല്ലെങ്കിൽ 15 സെക്കൻഡ്, അത് ആ 2 വെർഷനിലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്ത് അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് അതിൽ ഇടാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്തത് അതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഈ സെക്ഷൻ സേവ് ടു പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ സേവ് ചെയ്ത് വെക്കാനും ഡൗൺലോഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും വീഡിയോസ്. പിന്നെ ചാനലിൽ നമ്മൾ പിന്നെ നോക്കാനുള്ളത് കസ്റ്റമൈസേഷനാണ്. അതിൽ ചാനലിൻ്റെ ട്രെയിലർ കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പോപ്പുലർ വീഡിയോസ് ഫീച്ചേർഡ് സെക്ഷനായിട്ട് ആഡ് ചെയ്യാനൊക്കെ നമ്മളെ ചാനലിൽ നമുക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ട്. പിന്നെ ഇത് ചാനൽ ഡാഷ്ബോർഡാണ്. യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇതിൽ നമ്മൾ ചാനലിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസും, ഏണിങ്സും, കോപ്പിറൈറ്റ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടെങ്കിലോ മൊത്തം കമൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ അറിയാൻ പറ്റും. പിന്നെ ഉള്ളത് ഓഡിയോ ലൈബ്രറിയാണ്. നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാതെ ഓഡിയോസൊക്കെ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണെന്ന് വരും വീഡിയോസിലും വരും ക്ലാസ്സിലും നമ്മൾ പരിചയപ്പെടും. പിന്നെ ഇത് സെറ്റിംഗ് സെക്ഷനാണ്. ഇവിടെ നമ്മൾ US ഡോളറിൻ്റെ മണീൻ്റെ സെക്ഷന് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും, പിന്നെ ചാനലിൻ്റെ കമൻറ്റ് സെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതും, പിന്നെ നമുക്കുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് വെക്കാൻ പറ്റുന്നതും, പിന്നെ പെർമിഷൻ, അതായത് നമുക്ക് ഒരു മാനേജർ, ഒരു എഡിറ്ററൊക്കെ നമുക്ക് ഗൂഗിൾ തന്നെ ഒഫീഷ്യലി വരുന്ന ഒരു സെക്ഷനാണിത്. അപ്പോൾ നമ്മുടെ ജിമെയിലും ജിമെയിലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇത് പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് സെക്ഷനാണ്. പിന്നെ പറയാനുള്ളത് മൊത്തത്തിലുള്ള സെറ്റിങ്സിലുള്ള ഇതാണ് നോക്കുന്നത്. അതിൽ ആഡ് ഓർ മാനേജ് യുവർ ചാനൽ, അതായത് നമുക്ക് നമ്മുടെ ചാനൽ മാനേജ് ചെയ്യാൻ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാണാം. പിന്നെ ഇവിടെ നമുക്ക് ചാനലിൻ്റെ യൂസർ ഐ ഡിയും ചാനൽ ഐ ഡിയും ഇവിടെ കാണാൻ പറ്റും.
അത് നമുക്ക് നമ്മൾ ചാനൽ ബ്രാൻഡിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണിത്.